ഹലോ എവ്രിവൺ, ഇന്ന് നിങ്ങളെ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഒരു മെമ്മോറിയൽ പാർക്കാണ്. അതെ, അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്ക ഇങ്ങനെയാവാൻ കാരണം കുറേ വിമുക്ത ഭടന്മാരാണ്. ഇവരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ എല്ലാ കുഗ്രാമങ്ങളിലും ഓരോ മെമ്മോറിയൽ പാർക്കുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഹ്യൂസ്റ്റണിലാണ്. അപ്പോൾ ഹ്യൂസ്റ്റണിൽ തന്നെ കോൺറോ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു മെമ്മോറിയൽ പാർക്കുണ്ട്. അതായത് ഇത് സ്പെഷ്യലി ഫോർ വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ടുള്ള, അവരെ ഓർമ്മിക്കാനായിട്ടുള്ള ഒരു പാർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കാം. കാരണം ഇത് പറയുന്നതിന് മെയിൻ വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഒരു വിമുക്ത ഭടൻ. അത് കാരണം നമുക്ക് ഇത് ഓർമ്മിക്കണമല്ലോ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ആൻഡ് ഇവിടെ ടെക്സസിന് വേണ്ടിയിട്ട് തന്നെ ഫ്ലാഗ് ഉണ്ട്, ഒരു ലോൺ സ്റ്റാർ ഫ്ലാഗ് ഉണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയും കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മൊബൈൽ ഓഫ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. Soldiers picture. This is a memorial park dedicated to the soldiers, probably for the nation. Memorial dedicated to Sergeant Luther James Dorsey. It's on Veterans Day in November 2020. So you see this beautiful park and the arts and the way they have dedicated to the veterans. And always you see the POW MIA statue. So this is always they have remembrance to the POWs and the MIAs. It's a beautiful park. So this is Dr. Charles Billinger Stewart, designer of the Lone Star flag, and here is the history. So we have described in our previous episodes about Lone Star flag, but now you know there is a man behind this history. This is the current flag. So as I was showing you all these lights, all these flags have different representation. It's a bit cloudy today. Well, that helps for the film, but this is a little bit of Texas history for those who are interested. Thank you. ടെക്സസിൻ്റെ ഫ്ലാഗ് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പരുവത്തിൽ കിട്ടാനായിട്ട് നൂറ്റാണ്ടുകൾ എടുത്തിട്ടുള്ള പല യുദ്ധങ്ങളും കടന്നുപോയി. ആൻഡ് അതിൻ്റെയൊക്കെ ഹിസ്റ്ററിയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1820 മുതലുള്ള ഹിസ്റ്ററി ഇവിടെ ഈ സ്ലൈഡുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഈ അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മുന്നേ കടന്നുപോയ പലരുടെയും കഷ്ടപ്പാടും വിയർപ്പുമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് നമ്മൾ ഓർക്കുന്നതൊക്കെ നല്ലതാണ്. എല്ലാവർക്കും അമേരിക്കയിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ അമേരിക്കയുടെ ആ ഒരു ഹിസ്റ്ററിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ നമ്മൾ ഇവിടുത്തെ ഒരു സിറ്റിസൺ ആവുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളും അറിയുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും പല ജവാന്മാരും പല മഞ്ഞുമലകളിലും കിടക്കുന്നുണ്ടല്ലേ കാവൽക്കാരായിട്ട്. അപ്പോൾ അവരെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, കമൻറ്റ്. നിങ്ങൾക്ക് എന്താണ് ഇവിടെ അമേരിക്കയിൽ കാണാനായിട്ട് ഇനിയും കാണാനും അറിയാനും ആഗ്രഹം എന്നുള്ളത് പ്ലീസ് കമൻറ്റ് മീ. ഓക്കെ, താങ്ക് യു. This is going to explain to you what is a Lone Star and the history behind it. I'll take a picture and let you know why we have a Lone Star for representing Texas. All right, thank you for joining me for tonight's walk. This was my evening walk.